മായാനദിയും ഷേപ്പ് ഓഫ് വാട്ടറും അതൊരു നമ്മൾ ഈ വിയറ്റ്നാം കോളനി അവതാർ പറയുന്ന പോലെ ഒരു നമ്മൾ ആലോചിക്കുകയും ചിരിക്കുകയും ഒരുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെയല്ല കേട്ടോ മായാനദിയുടെ കാര്യം. അത് ആ 2 കറൂസലായിട്ടുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ പേജിലുള്ളത്. അതിൽ ആ രണ്ടാമത്തെ ആ ഒരു മൂവ്മെന്റ്, ഒരു മോഷനാണല്ലോ ചെയ്തേക്കുന്നത്. അതിൽ പിന്നെ അപ്പൂൻ്റെ ചെരുപ്പ് താഴേക്ക് വീഴുന്നുണ്ട്, മാത്തൻ്റെ തൊപ്പി മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? അത് രണ്ടുപേരും അവർ കൈവിട്ട് പോയിട്ട് അവർ ആ നദിയിലങ്ങ് ഒഴുകി, പിന്നെ എന്തോ മായാനദി അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അത്രയും ചിന്തിച്ചിട്ടില്ല. ഇല്ല, ഞാൻ ഇത്രേ ഉള്ളത്. ഞാൻ ഷേപ്പ് ഓഫ് വാട്ടർ കണ്ടത് ലോക്ക്ഡൌൺ ടൈമിലാണ്. മായാനദി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. ഇത് രണ്ടിനും എന്തൊക്കെയോ കമ്പാരിസൺ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴേക്കും. കാരണം അവര് ഭയങ്കര ഡിഫറെന്റ് ക്രീച്ചേഴ്സ് ആണ്. അവർക്ക് ഒന്നിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന സാധനമുണ്ട് ഷേപ്പ് ഓഫ് വാട്ടറിൽ. അതേപോലെ 2 തലത്തിലേക്ക് പോകുന്ന മനുഷ്യർ അവർക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഏറ്റവും എൻഡിൽ ടൊവിനോ മറ്റേ ഒരു റിവറിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് മരിച്ച് വീഴുന്നതിന് മുന്നേ കാണുന്നത് മറ്റേ അപ്പൂനെയാണല്ലോ. ആ മൊമെന്റിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഓക്കെ അപ്പൊ ചിലപ്പോൾ പുള്ളി മറിഞ്ഞ് വെള്ളത്തിൽ വീണ് അടിയിലേക്ക് പോകുമ്പോൾ പുള്ളി ചിലപ്പോൾ ഇമാജിൻ ചെയ്യുന്നതായിരിക്കും വൺ ലാസ്റ്റ് ടൈം പുള്ളി ഒന്നിക്കുന്നതോ അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നത് ആ ഒരു സമയത്തായിരിക്കും. ഈക്വലി ഷേപ്പ് ഓഫ് വാട്ടറിൽ മറ്റേ കുട്ടി വെടിയേറ്റ് വെള്ളത്തിൽ വീഴുമ്പം ഈ സാധനം പോയി എടുത്ത് കെട്ടിപ്പിടിക്കുന്നിടത്താണ് അവർക്ക് ജീവൻ വെക്കുന്നത്. അതേപോലെ അപ്പു ഇസ് കമ്മിങ് ടു സേവ് ഹിം എന്ന് പറയുന്ന പോലെ ജീവൻ വെക്കുന്നു. ഞാൻ ആ പോസ്റ്ററിനെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയ ആ ഒരു മൊമെന്റ് ഉണ്ട് ഈ സിനിമയുടെ ഫൈനൽ മൊമെന്റ്. അത് മായാനദിയിൽ വന്നിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ.